ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മേലു ബേബീസ് ചാനൽ. നമ്മൾ പാലക്കാട് ലുലു മാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മെലൂസിൻ്റെ കസിൻസും പിന്നെ ഫാമിലിയൊക്കെ കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയി ഇരുത്തി ഫോട്ടോ ഒക്കെ എടുക്കുകയായിരുന്നു. മുന്നിൽ ഇപ്പോൾ പാർക്കിങ്ങിന് പോയിക്കായിരുന്നു. അപ്പോൾ അവിടെ ഇരുത്തി ഫോട്ടോ ഒക്കെ എടുക്കുകയായിരുന്നു. മേലെ ഇങ്ങനെ മാറി മാറി ലൈറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സാദിനെ ബൈക്കിൽ എത്തി കൊടുത്തിട്ടോ. സയാനും മിലുവും കൂടെ ബോട്ടിലിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം അതിലങ്ങനെ വെള്ളം ചാടുന്നതിലൊക്കെ കളിക്കുകയാണ് മിലൂസ്. സയാൻ ഇങ്ങനെ ഓടിക്കും. പിന്നെ അവിടെ ഒരു വേറെ കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ, ക്യൂട്ടായിരുന്നു. അപ്പോൾ ആ കുട്ടീനെ ഇങ്ങനെ വീഡിയോ എടുക്കുകയായിരുന്നു. പാരച്യൂട്ട് പോലത്തെ ഒരു സാധനമാണ്. അപ്പം അതിൽ ഇങ്ങനെ പൊഞ്ചാറിങ്ങനെ ഇറങ്ങി വരുന്നതായിരുന്നു അത്. അപ്പം ആദ്യം ഒരു കുട്ടി ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബോൾ ഉണ്ടായിരുന്നു. അപ്പം അത് കണ്ടിട്ട് ഇവരും അതേപോലെ ബോൾ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിലുവും കുഞ്ഞാറ്റി എല്ലാവരും കൂടെ ബോൾ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ബാക്കി രണ്ടാളും കൂടെ കയറി വന്ന് അവർ വിടാൻ തുടങ്ങിയിട്ടാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഡ്രസ്സിൻ്റെ ആ സെക്ഷനിൽ പോയിട്ടാണ്. ആദ്യമൊക്കെ മിലു എടുക്കുക കണ്ട് കരഞ്ഞു. പിന്നെ അവിടെ നിന്ന് ഓടിക്കളിക്കലായി. പിന്നെ വിളിച്ചിട്ട് വരുന്നേ ഇല്ല, ഒരേ കളിയായി. നമ്മൾ എടുക്കുക പറഞ്ഞാൽ വരുന്നേ ഇല്ല. പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഡ്രസ്സുകളൊക്കെ നോക്കി. പക്ഷെ എല്ലാം നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ കുട്ടികളെല്ലാവരും ഓരോ ഭാഗത്തു കൂടെ ഓടിയായിരുന്നു. അപ്പം എന്ത് ചെയ്ത് ഞങ്ങൾ ട്രോളിയിൽ ഇരുത്തിയിട്ട് നാലാളിനെയും ട്രോളിയിൽ ഇരുത്തി കൊണ്ടുപോയിട്ടാണ്. പിന്നെ മിലു അതിൽ കയറില്ല പറഞ്ഞിട്ട് അവൾക്ക് വേറെ എടുത്തിട്ട് വന്ന് പിന്നെ അതിൽ കളിക്കാൻ തുടങ്ങി. മിലു ഇതിൻ്റെ കൂടെ ഇരിക്കില്ല അവനക്ക് കരയിലായിരുന്നു കേട്ടോ. എന്നെ ഇക്കുനെയും കണ്ടു പറഞ്ഞാൽ ഒരേ കരച്ചിലായിരുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ബോളൊക്കെ എടുത്ത് കളിക്കായിരുന്നു. മിലു ട്രോളിയിലേ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. എന്നെ ഇക്കുനെയും കണ്ട കരയായിരുന്നു. പിന്നെ ബോക്സൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾ അതിലിരുന്നില്ല. പിന്നെ അങ്ങനെ ഇറക്കി കൊടുത്ത് രണ്ടാളെ അവരതിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വാങ്ങി വെച്ചതിന് മിലു തെറ്റിയിട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളെ ഇക്വ ട്രോളിയിൽ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ തെറ്റിയിട്ട് ഒരു ഭാഗത്ത് പോയി നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങനെ നടന്ന് കണ്ണാടി നോക്കാൻ പോയി. പിന്നെ ഓക്കെ പിന്നെ ബെഡ്ഷീറ്റ് തലയാണിക്കുള്ള സ്ഥലത്തായിരുന്നിട്ടത്. അതിന് അവളെ ഇറക്കി കൊടുത്തിരിക്കുകയായിരുന്നു. പിന്നെ മേലിന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തുള്ളൂ. ഫോട്ടോസും വീഡിയോസൊക്കെ കുറച്ച് എടുത്തുള്ളൂ. പിന്നെ ഞങ്ങൾ അങ്ങനെ താഴേക്ക് പോകാൻ വേണ്ടി ഇരുന്നപ്പോഴേക്ക് ഐസ്ക്രീം സെക്ഷൻ വന്നു. അപ്പം എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ വന്നു. കുട്ടികൾ മെല്ലെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുത്തിയിട്ട് എല്ലാവരുടെയും കഴിഞ്ഞിട്ട് താഴേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ ഇരുത്തി കൊടുത്ത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ താഴേക്ക് വന്ന് പിന്നെ ഞങ്ങൾ ട്രോളിയിൽ തന്നെ എത്തിയിട്ടാണ്. പിന്നെ ഞാനും വേറെ നടന്നു. പിന്നെ അവരിനെ അതിൽ എത്തിയിട്ട് വന്നു. എന്നെ കണ്ട് പറഞ്ഞ അവൾ കരയായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് പിന്നെ മീനിൻ്റെ സെക്ഷൻ്റെ അടുത്ത് വന്ന് പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടു. അപ്പോൾ ഇതൊക്കെ ബീഫിൻ്റെ ഐറ്റംസാണ്. ബീഫിൻ്റെ ഓരോ പാർട്സാണ് കേട്ടോ. അപ്പോൾ ലിവർ കിഡ്നി അതൊക്കെ ഞാൻ ആദ്യമായിട്ട് വന്നു. അപ്പോൾ അതങ്ങനെ വീഡിയോ എടുത്താണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി വേറെ സെക്ഷനിൽ വന്നിട്ടാണ്. പിന്നെ ഐസ് കട്ടയിൽ ഇങ്ങനെ ജ്യൂസുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ താത്തയും കൂടെ അതിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയും പിന്നെ കുട്ടികളും വന്നപ്പോൾ അതിൻ്റെ മേത്തൊക്കെ ഐസ് കട്ട എടുത്ത് കുറേ കളിച്ചിട്ടാണ്. പിന്നെ അവിടെ ബേക്കറി ഐറ്റംസ്, കേക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ബ്രൗണട്ട് ടേസ്റ്റ് നോക്കാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ലാസ്റ്റ് അവിടെ നിന്ന് നടന്ന് പച്ചക്കറീൻ്റെ ആ സെക്ഷനിലേക്ക് എത്തി. അപ്പോൾ അവിടുന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാമായിരുന്നു അവർ. അപ്പം ഞങ്ങൾ കുട്ടികളൊക്കെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ലുലു ക്ലോസ് ചെയ്യാനായി ലാസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും